ഇപ്പൊ കോവിഡ് വന്നപ്പോൾ നമ്മൾ റിയലൈസ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ലോകം മുഴുവനും IIT-കളും IIM-കളും NIT-കളും ലോകത്തുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഹൈബ്രിഡ് മോഡലിലേക്ക് തന്നെയാണ് പോകുന്നത്. അതെ. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, എസ്പെഷ്യലി ജെഇക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റഡ് ടൈമേ കുട്ടിക്ക് പഠിക്കാനുള്ളൂ. അതെ. അപ്പൊ ലിമിറ്റഡ് ടൈം മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നുള്ളൊരു കോൺസെപ്റ്റ് അതിലുണ്ട്. ഉള്ള സമയം മുഴുവനും കുട്ടിക്ക് പഠിക്കാം. അതെ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിമിറ്റഡ് സമയം മുഴുവൻ ക്ലാസ് കണ്ട് അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരുന്ന് പാസീവായിട്ട് ടീച്ചർ ബോർഡിൽ ചെയ്യുന്നത് മാത്രം നോക്കിയിരുന്ന് കളയാൻ പറ്റില്ല. അതെ. സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ അതെ. കാരണം എൻട്രൻസ് എക്സാം എന്ന് പറഞ്ഞാൽ പ്രോബ്ലം സോൾവിംഗ് ആണ്. അതെ. എല്ലാ ദിവസവും നിരന്തരമായി നമ്മൾ ക്ലാസ് റൂമുകളിൽ മാത്രം ഒതുങ്ങിപ്പോയി കഴിഞ്ഞാൽ അതെ. ഒരിക്കലും ഒരു കുട്ടിക്ക് തന്റേതായ സ്കിൽസിലൂടെ ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല. ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ അതെ. മാത്രമാണ് അതെ. പിന്നെ ആ കുട്ടിക്ക് മുന്നോട്ട് ഇഫക്റ്റീവ് ആയിട്ട് പോകാൻ അതിൽ ഏറ്റവും റിമാർക്കബിൾ ആയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്റ്റീവ് ലേണിംഗ് എലമെന്റ് അതിൽ ഉണ്ടാവണം. നമ്മളിപ്പോൾ അഥവാ കുട്ടിക്ക് ഒരു കാരണവശാൽ ഇപ്പോൾ പലപ്പോഴും നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ കിളി പോകും. അതെ. അപ്പോഴൊക്കെ നമ്മൾ മിസ്സായി പോയാലൊക്കെ എന്ത് ചെയ്യണം, ഇൻ അതെ. കേസ് നമുക്ക് പിറ്റത്തെ ദിവസം ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ റെഫർ ചെയ്യാനുള്ള കണ്ടന്റ് നമ്മുടെ ആപ്പിൽ ഉണ്ടാവും. അതെ. നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമുക്ക് വേണ്ട തൊട്ടടുത്തൊരു അസിസ്റ്റൻസ് ആണ്. അതെ. അതെന്തുണ്ട്, ഓൾറെഡി എല്ലാ പ്രോബ്ലംസ് ഓൾറെഡി നമുക്ക് സോൾവ് ആയിട്ട് ആപ്പിൽ ഉണ്ടാവും. അതെ. അതെ. ഇനി അതിന് പുറമെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഫാക്കൽറ്റി ഹോസ്റ്റലിൽ പോയിട്ട് കുട്ടികളെ ഡൗട്ട് ക്ലിയറൻസും അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ അതെ. ചെയ്യുന്നുണ്ടാവും.